അപ്പോൾ കോമ്പൗണ്ടസിൻ്റെ 2 അടിപൊളി ക്വസ്റ്റ്യൻ എനിക്കിപ്പോൾ ഡൗട്ടായിട്ട് കിട്ടി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ക്വസ്റ്റ്യൻ ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും. അടിപൊളി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളുടെ റെയിൽവേയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് CGL ലെവലിൽ നമുക്ക് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കോമ്പൗണ്ട് ടെസ്റ്റിൻ്റെ അർജുന ബാച്ചിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അത് കാൽക്കുലേഷൻ കാരണം ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കെങ്ങനെ അത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മെത്തേഡിൽ, നമ്മുടെ മാഗ്നമെൻറ്ററിൻ്റെ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഷോർട്ട്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പാസ്കൽ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പാസ്കൽ മെത്തേഡ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പാസ്കൽ മെത്തേഡിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതേ ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. അർജുന ബാച്ചിലെ ലാസ്റ്റ് ക്ലാസ് ചെയ്തതാണ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ കൂടെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഫോർ 3 years അറ്റ് എ റേറ്റ് ഓഫ് 5% ഇത്രയാണ്. ഫൈൻഡ് ദ എമൗണ്ട് എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/20 ആണ്. 3 വർഷത്തേക്കാണ്. അപ്പോൾ നമ്മുടെ പാസ്കൽ മെത്തേഡ് അനുസരിച്ച് അതെങ്ങനെ നമ്മൾ എഴുതുന്നത് 1 1 1 1 2 1 ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ മേളിലുള്ളത് എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ 1/20 ആണ് 5%. അപ്പോൾ ഞാൻ ഇവിടുത്തെ എമൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ 20ൻ്റെ ക്യൂബായിട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ടാണ്, 3 വർഷം ആയതുകൊണ്ട് 20 × 3, 20ൻ്റെ 20 × 20 × 20, 20യുടെ ക്യൂബാണ് നമ്മുടെ ടോട്ടൽ സം എന്ന് എടുത്താൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 20ൻ്റെ ക്യൂബാണ് ടോട്ടൽ സം. ഇവിടെ എത്രയാണോ റേറ്റ് അത് വരും. അപ്പം 20 ക്യൂബിൻ്റെ 1/20 നമ്മൾ ഇവിടെ 20 സ്ക്വയർ വരും, 20 സ്ക്വയർ വരും, 20 സ്ക്വയർ വരും. നമുക്കിതിനെ ഒരു ബന്ധമില്ല, നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ സാധനമാണ്. അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ബേസിക്കായിട്ടുള്ള കാര്യം അറിയാവുന്നവർക്ക് ഇതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിലല്ല. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേക്കാം. അന്നേരം നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് അന്നേരവും സെറ്റാക്കാം. അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ ഇത് 3 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 യൂണിറ്റ് 20 ക്യൂബാണ് നമ്മുടെ സമ്മെങ്കിൽ അസ്യൂം ചെയ്തതാണ്. 3 യൂണിറ്റ് ഇൻറ്റു, ഇപ്പോൾ ഇവിടുത്തെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ 20 ക്യൂബ്/20, 20 സ്ക്വയറാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 20 സ്ക്വയർ ഇൻറ്റു 1/20 ഇവിടെ വരുന്ന ഇവിടുത്തുള്ള ഓരോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റു 1/20 ചെയ്യുന്നതായിരിക്കും. 20 ക്യൂബ് അതേ ഇൻറ്റു 1/20. 1/20 5%. അതിൻ്റെ 5% എടുക്കുന്നതാണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. സെക്കൻഡ് റോയിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും എന്തായിരിക്കും, 20 സ്ക്വയറിൻ്റെ ഇവിടെ ഉള്ള വാല്യൂൻ്റെ 1/20 ആയിരിക്കും. അതായത് 3 യൂണിറ്റ് ഉണ്ടെങ്കിൽ 3 യൂണിറ്റിൻ്റെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 20 സ്ക്വയറിൻ്റെ 1/20 എന്ന് പറഞ്ഞാൽ 20 ആണ്. അധികം ഇനി ഇവിടുത്തുള്ള ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ഇൻറ്റു ഇവിടെ എന്താണോ വാല്യൂ ഉള്ളത് അതിൻ്റെ 1/20 അല്ലെങ്കിൽ 5% ഇത്ര ആയിരിക്കും, 1 ആയിരിക്കും. അതായത് 61 യൂണിറ്റ് ആയിരുന്നു നമുക്ക് വരേണ്ടത്. 3 വർഷത്തെ 5% റേറ്റിൽ 20ൻ്റെ ക്യൂബായിരുന്നു നമ്മളുടെ സമ്മെങ്കിൽ. 20ൻ്റെ ക്യൂബ് എടുത്തത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ 61 നമുക്ക് കിട്ടിയത്. 61ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 14.48 രൂപ. ഓക്കെ, ഇപ്പോൾ ഇത് RPF ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആ ഒരു ലെവൽ നോക്കിക്കോണം. അപ്പോൾ അങ്ങനെ RPF റെയിൽവേക്ക് ചോദിക്കത്തില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടത് എന്താ, സമ്മ് എന്താ നമ്മൾ പറഞ്ഞത്, 20ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 8000 ആണ്. 8 എഴുതി 2 3 0 ഉണ്ട്, 1 0 എഴുതി 2 0 ഇവിടുത്തെ ഇതുമായിട്ട് പോയിൻ്റുമായിട്ട് വെട്ടിപ്പോയി. നമുക്ക് ഇതിൻ്റെ അനുസരിച്ച് കണ്ടുപിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. DT സം ഒന്നും നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, 14.48 ആയതുകൊണ്ട്. ഓക്കെ, DT സം അപ്ലൈ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം അതാണ്. ചിലപ്പം നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കണം. ചില ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ വരും. കാൽക്കുലേഷന് വേണ്ടിയാണ് ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത് മാത്സിൻ്റെ. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പം 0 എഴുതി 8 8 64 6 32 6 38 3 32 3 35 5 3 8 3 11 ഡിവൈഡഡ് ബൈ 61 ആണ് വേണ്ടത്. പിന്നെ ആൻസർ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. കാര്യം ഓപ്ഷനൊക്കെ കുറച്ച് അടുത്തുള്ള ഓപ്ഷൻസ് ഉണ്ട്. 1899 1850 അങ്ങനെയൊക്കെ ഉണ്ട്. നോക്കാം. 61 115 ഒരു വട്ടം. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഡിവിഷൻ ചെയ്യണം എല്ലാം. ബാക്കി എത്ര ഉണ്ട്, 39 15 49 5 54 548 548 എന്ന് പറയുമ്പോൾ 61 × 9 എന്ന് പറഞ്ഞാൽ 544 ആണ്. 549 ആണ്. അപ്പോൾ 9ൻ്റെ അടുത്ത് ഏകദേശം 549 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ, 19 സംതിങ് 00 അങ്ങനെ വന്നേനെ, 1900 എന്ന് വന്നേനെ. അപ്പോൾ 19ൻ്റെ ഏറ്റവും അടുത്ത്, അതായത് 1899 അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. 1900ൻ്റെ ഏറ്റവും അടുത്തുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഇതിനാണ് നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അല്ലാത്തവർക്ക് ഇത് വളരെ പ്രയാസമായിരിക്കും. വളരെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻ സി എന്ത് ചെയ്യാൻ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ DT സം ശരിയാവണം എന്നില്ല. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ഞാൻ അർജുന ബാച്ചിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചെയ്തിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ സെയിം പോലെ തന്നെയാണ്, കുറച്ചുകൂടെ കാൽക്കുലേഷൻ വരും. കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ചെയ്തിട്ട് പോകാത്തവർക്ക് ഒരിക്കലും അവിടെ പോയി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഹാഫ് ഇയർലി ആണ്. ഇതേ ടൈപ്പാണ് അവിടെ ചെയ്തത്. 2 years റേറ്റ് ഓഫ് 10% പെർ ആനം ഇത്രയാണ്. ഫൈൻഡ് ദ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഹാഫ് ഇയർ ആണ്, 10 വർഷമാണ്, 10% പെർ ആനമാണ്. അപ്പോൾ ഹാഫ് ഇയർ ആകുമ്പോൾ അതിൻ്റെ പകുതി 5% ആവും. അപ്പോൾ 5% പെർ ഹാഫ് ഇയർ ആവും. അങ്ങനെ 2 വർഷം എന്ന് പറഞ്ഞാൽ 4 ഹാഫ് ഇയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളെങ്ങനെ പാസ്കൽ എഴുതുന്നത്? 1 1 1 1 2 1 1 3 3 1 ഇങ്ങനെയാണ് പാസ്കൽ എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് നമുക്ക് വേണ്ടുന്ന പോർഷൻ ഏതാണ്? ഇത് മാത്രമാണ്. അപ്പോൾ നമുക്ക് എത്ര എടുക്കണം? ഇവിടെ 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. എത്രയാണോ റേറ്റ് 1/20 ആണ്. അപ്പോൾ ഞാൻ 4 വട്ടം ആയതുകൊണ്ട് 20⁴ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം 20യുടെ ക്യൂബ് വരും. 1/20 വെച്ച്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇതാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്ര വരുന്നത്? 3 2 5 1 6 6 യൂണിറ്റ് എത്ര വരുന്നത്? 20യുടെ ക്യൂബ് ഇൻറ്റു 1/20. 20യുടെ സ്ക്വയർ 400 പ്ലസ് ഇവിടെ 1 3 4 4 ഇൻറ്റു ഇവിടെ എന്താണുള്ളത്? അതേ ഇൻറ്റു അതിൻ്റെ 5% 1/20 നമ്മൾ 20 അധികം 1 ഈ ഒരു യൂണിറ്റ് 1 ഇൻറ്റു 20യുടെ 1/20 1 വരും. അപ്പോൾ 2400 2480 1 2481 വന്നേനെ. എപ്പോൾ നമ്മുടെ സമ്മ് 20⁴ ആയിരുന്നെങ്കിൽ. പക്ഷേ 2481 വരും. ക്വസ്റ്റ്യൻ എത്ര വന്നേക്കുന്നത്? 124.05. നമുക്ക് എത്രൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്? പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആയിരിക്കും? 20⁴ 4 2⁴ 16 പിന്നെ 4 പൂജ്യം ഉണ്ട്. 2 പൂജ്യം ഇവിടെ കിടക്കട്ടെ, 2 പൂജ്യം ഇതായിട്ടും പോയി. നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ സൊല്യൂഷൻ വേണം. വേറെ ദൈവങ്ങളെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യണം? നമുക്ക് വെട്ടാം. വേറൊരു വഴിയില്ല. വലിയ കാൽക്കുലേഷനാണ്. ഡിറ്റി സമ്മ് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ പ്രശ്നം വരും. നമുക്ക് ഡിറ്റി സമ്മ് നോക്കാം. 9 6 അല്ല വെട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2481 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 3 വെച്ച് കാര്യം 8 1 9 ഇത് 3ൻ്റെ മൾട്ടിപ്ലൈ ഇതും 3ൻ്റെ മൾട്ടിപ്ലൈ 3 വെച്ചിട്ട് വെട്ടുമ്പോൾ എന്ത് കിട്ടും? ഇത് 8 ഇത് 2 ഇത് 7 827. ഇവിടെ എത്ര കിട്ടും? 3 വെച്ചിട്ടുമ്പോൾ 4 1 10-നകത്ത് 3 വട്ടം പിന്നെ 15-നകത്ത് 5 വട്ടം 4135 827. ഇത് കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. കാൽക്കുലേഷൻ ചെയ്തെങ്കിൽ തന്നെ മതിയാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റി സം വേണമെങ്കിൽ നോക്കാം. ഇത് 8 വരും. 8 കൊണ്ട് മേളിൽ ഗുണിക്കുക. 9 പോയി. ഓക്കെ. 8 5 5 3 8 5 13 4 8 4 32 5 5 × 7 35. ഡിറ്റി സം 8 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്ക്. ഇത് 12 3 ഇതല്ല, ഇത് 1 ഇത് 10 ഇതല്ല. നമുക്ക് എന്ത് വരും? ഇതാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ ആൻസർ വരുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ വരട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ സമയമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ മേലത്തെ ക്വസ്റ്റ്യൻ പോലെ ചിലപ്പം ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഡിറ്റി സം 8 വരെ നമുക്ക് നോക്കാം. 8000 ആണ് വരുന്നത് നോക്കാം. അപ്പോൾ 8000 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേ വഴിയുള്ളൂ. അതായത് 16 കൊണ്ട് ഗുണിക്കണം. 0 0 16 80 8 48 56 5 16 21 1 2 66. ഓക്കെ. 66 827 827 ഗുണം 8 ആണോ എഴുതി വെച്ചേക്കുന്നത്? നോക്കി 8 56 കറക്റ്റാണ്. 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6400 27 216 6616. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തും ഉറപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ സ്പീഡിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഇതിനകത്തൊന്നും പറയാനില്ല. ഇതൊക്കെ നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വേറെ ആൾക്കാർ ചെയ്യുന്ന മെത്തേഡ് നോക്കുക. നിങ്ങളെ ഇത് മിക്കവാറും ഉള്ളവർ എന്ത് ചെയ്തില്ല, അത് പഠിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ സെറ്റാണ്. കറക്റ്റായിട്ട് പോവുക. അല്ലെങ്കിൽ മെത്തേഡ് പഠിക്കുക, സെറ്റായിട്ട് പോവുക. ബാക്കി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിന്ന് കാണുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഈ ഒരു ചാനലിൽ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോസോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി അതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനുള്ള ഒരു ചാനലല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്ന ഫോമിൽ നിങ്ങളിലേക്ക് മാക്സിമം മെത്തേഡ്സ് എത്തിക്കുക, നല്ല മെത്തേഡ്സ് എത്തിക്കുക. നിങ്ങൾ അത് എക്സാമിന് പോയി ഉപയോഗിച്ച് അത് നിങ്ങൾക്ക് ശരിയായി എന്നറിയുമ്പോൾ ഉള്ള സന്തോഷം അതിനുവേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് ശരിയായി ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം നിങ്ങൾ ഉപയോഗിച്ചു എക്സാമിന്, നിങ്ങളുടെ സക്സസ്സിൽ അതൊരു പാർട്ടായി എന്നറിയാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പോവുക. മാക്സിമം ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനലിൽ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. എക്സ്ട്രാ സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാവരും യൂസ് ചെയ്യുക. അത് മാത്രം മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെ കമൻറ്റ് പറയുക. ഓക്കെ. യെസ്.